കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്ത് വന്നതിന് പിന്നാലെ അത് ഏറ്റവും കൂടുതൽ ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നത് നമ്മളുടെ ദേശീയ മാധ്യമങ്ങളാണ്. ദേശീയ ചാനലുകളും ഒപ്പം തന്നെ പത്രങ്ങളും ഓൺലൈനും ഒക്കെ അത് ഗംഭീര വാർത്തയായി മാറ്റിയിരിക്കുന്നു. അവർ പലരും കൊടുത്തിരിക്കുന്ന ചില തലക്കെട്ടുകളും ചില വാർത്തകളുമാണ് ഈ വാർത്തയുടെ അടിസ്ഥാനം. ഈ BJP തിരുവനന്തപുരത്ത് ജയിച്ചു എന്നതിന് ഒരു മാധ്യമം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ശശി തരൂരിന്റെ മണ്ഡലത്തിൽ BJP ജയിച്ചു എന്നാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു ഹൃദയഭാഗം തന്നെയാണ്. അങ്ങനെയാണ് അത് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. മറ്റൊരു വാർത്ത മാധ്യമം നൽകിയിരിക്കുന്ന വാർത്ത BJPയുടെ തൃശൂർ ജയിച്ച സ്ഥാനാർത്ഥി, അത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മുംതാസ് എന്ന സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. അതിനവർ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഹിന്ദു ഭൂരിപക്ഷ വാർഡിൽ മുസ്ലിം സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ളതാണ് അവർ കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ട്. തൃശൂർ കോർപ്പറേഷൻ കണ്ണംകുളങ്ങര വാർഡിലാണ് അവർ ജയിച്ചത്. 8 വർഷമായി BJPയോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു കേഡർ, BJPയുടെ ഒരു കേഡർ കൂടിയാണ് ഈ മുംതാസ് എന്ന് പറയുന്നത്. മറ്റൊരു മാധ്യമം നൽകിയ തലക്കെട്ട് BJP കേരളത്തിൽ ചരിത്രം എഴുതി എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. കാരണം ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ വിജയം ചെറുതായി കാണാനായി കഴിയില്ല. കാരണം ദേശീയ അടിസ്ഥാനം നമുക്കറിയാം, മുംബൈയിലായാലും എവിടെയായാലും കോർപ്പറേഷന്റെ ഒരു ഭരണം പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഒരു കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അനവധി നിയമസഭകൾ വരുന്നുണ്ട്, പാർലമെന്റ് മണ്ഡലത്തിന്റെ ഹൃദയഭാഗം വരുന്നുണ്ട്. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് വ്യംഗ്യാർത്ഥം വരും കാലങ്ങളിൽ ലോക്സഭയിലേക്ക് BJP ജയിക്കാനുള്ള അടിത്തറ രൂപീകരിച്ചു എന്ന് തന്നെ നിസ്സംശയം പറയാൻ കഴിയും. അത്തരത്തിലൊക്കെയാണ് ദേശീയ മാധ്യമങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഒരു കോർപ്പറേഷൻ ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിക്കുക മാത്രമല്ല അദ്ദേഹം വരിക കൂടി ചെയ്യുന്നത് അത്തരത്തിലാണ്. ഏതായാലും ദേശീയ മാധ്യമങ്ങൾ നിരന്തരം ഇപ്പോൾ ഈ കേരള വാർത്തകളാണ്, പ്രത്യേകിച്ച് ഈ BJPയുടെ വലിയ വളർച്ച. അതിൽ ചില മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത് BJP കേരളത്തിൽ അവരുടെ അടിത്തറ പാകിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റു ചില മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നത് BJP കേരളത്തിൽ പുതുചരിത്രം എഴുതിയിരിക്കുന്നു. അവരുടെ കൗണ്ട് ഡൗൺ, അതായത് അവരുടെ സ്റ്റാർട്ടിങ് അവർ ആരംഭിച്ചിരിക്കുന്നു. ഇനി അവർക്ക് മുൻപോട്ടുള്ള നാളുകൾ അവരുടേതാണെന്നൊക്കെയാണ് മാധ്യമങ്ങൾ വരുന്നത്. അതായത് എല്ലാ മാധ്യമങ്ങളും ചെറുതും വലുതുമായുള്ള ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത ഗംഭീരമായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണല്ലോ ഈ മുംതാസ് ജയിച്ച വാർഡിലെ ഹിന്ദു ആണോ മുസ്ലിം ആണോ ഭൂരിപക്ഷം എന്നൊക്കെ മലയാള മാധ്യമങ്ങളൊന്നും കാണാതെ പോയൊരു വാർത്തയാണ്. ഇല്ലെങ്കിൽ അറിഞ്ഞിട്ടും വലിയ പ്രാധാന്യമില്ലെന്ന് കരുതിയതാണ്. ഏതായാലും ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ വാർഡിൽ മുസ്ലിമിനെ തന്നെ നിർത്തി ജയിപ്പിച്ച BJPയുടെ വാർത്തയാണ് അവർ ഹൈലൈറ്റ് ചെയ്തിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.